ഹലോ ഓൾ, വെൽക്കം ടു കേരള സ്റ്റോക്ക് മാർക്കറ്റ് ഗൈഡ്. എന്തുണ്ട് വിശേഷം? സോ ഈ വീഡിയോ റെക്കോർഡ് ചെയ്യുന്നതിൻ്റെ ഉദ്ദേശം നിങ്ങൾ തമ്മിൽ കണ്ടു കാണും. ഇപ്പോൾ നമ്മുടെ മെമ്പേഴ്സിൻ്റെ അടുത്ത് ഞാൻ ഉച്ചയ്ക്ക് ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഏതൊക്കെ സ്റ്റോക്സ് നിങ്ങൾക്ക് ഡൗട്ട് ഉള്ളത് അല്ലെങ്കിൽ നിങ്ങൾ സ്റ്റക്കായിട്ട് നിൽക്കുന്നത്, അപ്പോൾ അതിനെക്കുറിച്ചൊക്കെ നിങ്ങൾക്ക് ടെക്നിക്കലി മനസ്സിലാക്കാൻ താല്പര്യമുണ്ടെങ്കിൽ ആ സ്റ്റോക്സിനെ നിങ്ങൾക്ക് ഷെയർ ചെയ്യാമെന്നുള്ള കാര്യം നമ്മുടെ ടെലിഗ്രാം ഗ്രൂപ്പിൽ മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു. സോ ഇതുവരെ ടെലിഗ്രാം ഗ്രൂപ്പിൽ ജോയിൻ ചെയ്തിട്ടില്ലാത്തവർക്ക് ജോയിൻ ചെയ്യാം. ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിലും ആൻഡ് കമൻറ്റ് ബോക്സിലും കൊടുത്തിട്ടുണ്ട്. ഓക്കെ, സോ അതിൽ നിന്ന് തിരഞ്ഞെടുത്ത മോസ്റ്റ്ലി ഒരു 7ഓളം സ്റ്റോക്സാണ് ഞാൻ പഠിച്ച് നിങ്ങൾക്ക് വേണ്ടിയിട്ട് അവതരിപ്പിക്കാൻ പോകുന്നത്. സോ നിഫ്റ്റിയുടെ ഇന്നത്തെ ഒരു അനാലിസിസ് കഴിഞ്ഞ ശേഷം നമുക്ക് സ്ട്രേറ്റ് സ്റ്റോക്സിലേക്ക് പോകാം. സ്ലൈറ്റ്ലി നമ്മൾ വലുതായിട്ടൊന്നും പറയുന്നില്ല, നിഫ്റ്റി അനാലിസിസിൻ്റെ കൂടുതൽ കാര്യങ്ങൾ പറയുന്നില്ല. നാളെ പ്രീ മാർക്കറ്റ് സെഷനിൽ നമുക്ക് ഡിസ്കസ് ചെയ്യാം. സോ നിഫ്റ്റി എന്താണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്? നിഫ്റ്റി ഇന്നലത്തെ ഡേ ലോ ബ്രേക്ക് ചെയ്ത് താഴെ വന്നിട്ടുണ്ട് ആൻഡ് ക്ലോസിങ് കുറച്ച് മോശമാണെന്ന് തന്നെ പറയാം. ബട്ട് അത്രയും മോശമല്ല, ജസ്റ്റ് ഹോൾഡ് ഓൺ ചെയ്യുന്നുണ്ടെന്നുള്ള കാര്യം നമുക്ക് നിഫ്റ്റി നോക്കുമ്പോൾ അറിയാം. ബാങ്ക് നിഫ്റ്റിയിലും സിമിലർലി അങ്ങനത്തെ ഒരു വ്യൂ തന്നെയായിരിക്കും നമുക്കുള്ളത്. കൂടുതൽ പ്രശ്നങ്ങളൊന്നും ഉണ്ടായിട്ടില്ല, ജസ്റ്റ് ആ ഡിമാൻഡ് ഏരിയ ഹോൾഡ് ചെയ്യുന്നുണ്ട് നിഫ്റ്റി ആൻഡ് ബാങ്ക് നിഫ്റ്റി. സോ ഇത് ബ്രേക്ക് ചെയ്താൽ നമുക്ക് കൂടുതൽ ഡിസിഷൻസ് എടുക്കാം. ഓക്കെ, അപ്പോൾ നമുക്ക് ഫസ്റ്റ് സ്റ്റോക്ക്, ആളുകൾ ചോദിച്ചിരുന്ന ഫസ്റ്റ് സ്റ്റോക്കിലേക്ക് പോവുകയാണ്. ഫസ്റ്റ് സ്റ്റോക്കിൻ്റെ പേര് PGEL എന്നാണ്. സോ ഞാൻ ഇതിൻ്റെ ടെക്നിക്കലി ഉള്ള കാര്യങ്ങൾ തൽക്കാലം ഡിസ്കസ് ചെയ്യാം. ഫണ്ടമെൻ്റൽസ് നമുക്ക് പിന്നെ കുറച്ച് കാര്യം കഴിഞ്ഞിട്ട്, അത് മീൻസ് കുറച്ചും കൂടെ അടുത്ത സെഷനിൽ കൂടുതൽ വരുന്ന ദിവസങ്ങൾ, വരുന്ന ആഴ്ചകൾ ഇതുപോലെ സെഷൻസ് എടുക്കാൻ ഉദ്ദേശിക്കുന്നുണ്ട്. അതിൽ നമുക്ക് കുറച്ചും കൂടെ സ്റ്റോക്സിൻ്റെ ഫണ്ടമെൻ്റൽസ് കോൺസെൻട്രേറ്റ് ചെയ്യാം. സോ നമുക്ക് ടെക്നിക്കൽ ചാർട്ടിലേക്ക് പോകാം. PGEL എന്നുള്ള സ്റ്റോക്കാണ് ഞാൻ ആദ്യം ഡൗട്ട് ചോദിച്ച കൂട്ടത്തിൽ എടുത്തിട്ടുള്ളത്. കാര്യം നമുക്ക് ഫസ്റ്റ് വന്ന മെസ്സേജുകളിൽ ഒന്ന് PGEL ആണ്. മുന്നേ ഒരുപാട് പേര് ചോദിച്ചൊരു സ്റ്റോക്കാണ് PGEL. സോ PGEL എന്താ സംഭവിച്ചിരിക്കുന്നത്? 1055 എന്ന് പറയുന്ന സോണിൽ നിന്നും മാർക്കറ്റ് ഡൗൺ സൈഡ് വരികയാണ് ഉണ്ടായത് അല്ലേ. കുറച്ചധികം നല്ലൊരു സെൽ ഓഫ് PGELനെ സംബന്ധിച്ചുണ്ടായിട്ടുണ്ട്. അപ്പോൾ ഒരുപാട് പേര് പാനിക്കിൽ സെല്ല് ചെയ്ത സ്റ്റോക്കാണ് PGEL എന്ന് പറയുന്നത്. അപ്പോൾ എല്ലാവരും എക്സ്പെക്ട് ചെയ്തിരുന്നത് PGEL ഈ ഒരു റേഞ്ചിൽ നിന്നും ഈ ഹൈസിലേക്ക് പോകുന്നതാണ്. ബട്ട് മാർക്കറ്റ് ഡൗൺ സൈഡാണ് തന്നത്. സോ PGEL കുറച്ചധികം ദിവസമായിട്ട് എന്ത് ഒരു സെറ്റപ്പിലാണ് നിൽക്കുന്നത്? ടോട്ടലി നമുക്ക് വേണമെങ്കിൽ ഇപ്പം പറയാം ഒരു അക്യുമുലേഷൻ ഫേസിലാണ്. നമുക്ക് ഈ സ്റ്റോക്കിൻ്റെ ചാർട്ട് കണ്ടാൽ നമുക്ക് പറയാൻ കഴിയും എന്താണ് കൺസോളിഡേഷനാണ്. ഒരു റേഞ്ച് ബൗണ്ട് ആയിട്ടാണ് സ്റ്റോക്ക് ട്രേഡ് ചെയ്യുന്നത്. ആ റേഞ്ച് ബൗണ്ട് എന്ന് പറയുമ്പോൾ ഏത് ഏരിയയിലാണ് മാർക്കറ്റ് ട്രേഡ് ചെയ്യുന്നത്? 500 രൂപയ്ക്കും 600 രൂപയ്ക്കും ഇടയിലാണ് മാർക്കറ്റ് ട്രേഡ് ചെയ്യുന്നത്. കുറച്ചധികം ദിവസമായിട്ട് ഈ സ്റ്റോക്ക് 600 രൂപ ബ്രേക്ക് ചെയ്യാനുള്ള അറ്റംപ്റ്റ് നടത്തുകയാണ്. സോ ഇപ്പോൾ എന്താണ് നിലവിലെ സ്റ്റോക്കിൻ്റെ പ്രൈസ്? 570. അപ്പോൾ ഇതിൽ വളരെ ചുരുക്കം എന്നുള്ളൊരു കാര്യത്തിൽ നമുക്ക് എന്താ പറയാൻ കഴിയുക? 570 നിന്നും 600, ഒരു 30 പോയിന്റ്സിൻ്റെ അപ്സൈഡ് പെൻഡിങ് ആണ്. ഈ മാർക്കറ്റ് ഇത്രയും വന്നിട്ടും മാർക്കറ്റ് ഒരുപാട് ദിവസമായിട്ടും 600 രൂപയിൽ നിന്നും താഴെയാണ് ട്രേഡ് ചെയ്യുന്നത്. ബട്ട് നിയറസ്റ്റ് സപ്പോർട്ടിലേക്ക് വന്നിട്ടില്ല. 500 എന്നുള്ള റേഞ്ചിലെ ഈ ഒരു സോണിൻ്റെ ലോവർ ലെവൽസിലേക്ക് മാർക്കറ്റ് ഇതുവരെ എത്തിയിട്ടില്ല. സോ ഈ ഒരു ഏരിയ 520 എന്നുള്ള റേഞ്ച് ബ്രേക്ക് ചെയ്തില്ലെങ്കിൽ മാർക്കറ്റിൽ 600 അല്ലെങ്കിൽ 630, 650 റേഞ്ചിലേക്ക് ഈ സ്റ്റോക്ക് പോകാനുള്ള ഒരു പോസിബിലിറ്റി PGEL ഉണ്ട്. സോ ഈ സ്റ്റോക്കിൽ ഹോൾഡ് ചെയ്യുന്ന ആളുകൾ ശ്രദ്ധിക്കേണ്ട കാര്യമെന്ന് പറയുന്നത്, നിങ്ങളുടെ നിയറസ്റ്റ് സപ്പോർട്ട് എന്ന് പറയുന്നത് 500 റേഞ്ചാണ്. 500 റേഞ്ച് ബ്രേക്ക് ചെയ്ത് താഴെ വരുവാണെങ്കിൽ നിങ്ങൾക്ക് ഈ സ്റ്റോക്ക് സെല്ല് ചെയ്യേണ്ട അവസ്ഥ എത്തും. കാര്യം എന്താണ്? കാര്യം പിന്നെ ഉള്ളത് പാനിക് സെല്ലിങ്ങിലേക്ക്, ഇതുപോലത്തെ ഒരു മൂവ്മെൻറ്റിലേക്ക് പോകും. കണ്ടില്ലേ, ഈ ഒരു മൂവ്മെൻറ്റ് പാനിക് ഉണ്ടാക്കി വീണ്ടും ഇതുപോലത്തെ മൂവ്മെൻറ്റ്സ് ഉണ്ടാക്കാനുള്ള പോസിബിലിറ്റി ഉണ്ട്. അപ്പോൾ നിങ്ങൾ ഹോൾഡ് ചെയ്യുന്ന ആളുകളാണ് PGEL എന്ന സ്റ്റോക്ക് എങ്കിൽ ഞാൻ പറയുന്നത് കുറച്ച് സമാധാനത്തോടെ ഹോൾഡ് ചെയ്യുക. എന്തായാലും 600, 650 ആൻഡ് 800 വരെയുള്ള ഒരു മൂവ്മെൻറ്റ്സ് നമുക്ക് എക്സ്പെക്ട് ചെയ്യാം ഈ ഒരു കൺസോളിഡേഷൻ ബ്രേക്കിന് ശേഷം. ആൻഡ് നിങ്ങൾ പാനിക്കലി സെല് ചെയ്യേണ്ടി വരും എവിടെയാണ്? 500 ബ്രേക്ക് ചെയ്താൽ. സോ ഇതിൻ്റെ ഒരു മേജർ സപ്പോർട്ട് ഇപ്പോൾ നിലവിൽ 500 എന്ന റേഞ്ചാണ്. അത് ബ്രേക്ക് ചെയ്യാത്തിടത്തോളം നിങ്ങൾ തൽക്കാലം പാനിക് ആവേണ്ട ആവശ്യമൊന്നുമില്ല. ഓക്കെ, മേജർ സപ്പോർട്ട് 500 റേഞ്ച്. ഓക്കെ, അപ്പം റെസിസ്റ്റൻസ് വരാൻ പോകുന്നത് 600 റേഞ്ചിലാണ്. അപ്പോൾ ഈ 600 എന്തായാലും വരുന്ന ദിവസങ്ങളിൽ ടച്ച് ചെയ്യാനുള്ള പോസിബിലിറ്റി ഉണ്ട്. 600, 700, 800 റേഞ്ചിലേക്ക് ഈ സ്റ്റോക്ക് അറ്റംപ്റ്റ് നടത്താനുള്ള ബയേഴ്സിൻ്റെ അറ്റംപ്റ്റ് എന്തായാലും ഉണ്ടാവുന്നതാണ് ഈ സ്റ്റോക്കിൻ്റെ പ്രൈസ് ആക്ഷൻ ടോട്ടലി കണ്ടിട്ട് എനിക്ക് തോന്നുന്നത്. ഓക്കെ, അപ്പോൾ അടുത്ത സ്റ്റോക്ക് HG ഇൻഫ്രയാണ്. നമുക്ക് റിക്വസ്റ്റ് വന്ന സ്റ്റോക്കുകൾ ഓരോന്നായിട്ടാണ് നമ്മൾ തിരഞ്ഞെടുക്കുന്നത്, അല്ലാതെ റാൻഡമായിട്ട് എടുക്കുന്നതല്ല. നമ്മളടുത്ത് ആളുകൾ ചോദിച്ച സ്റ്റോക്കുകൾ മാത്രമേ നമ്മൾ എടുത്തിട്ടുള്ളൂ. സോ HG ഇൻഫ്ര ഞാനും കുറച്ച് കാലം മുന്നേ വാങ്ങി ചെറിയൊരു ലോസ് ബുക്ക് ചെയ്ത സ്റ്റോക്കാണ് HG ഇൻഫ്ര. കമ്പനി മോശമാണോ എന്നുള്ള അഭിപ്രായം എനിക്കില്ല. പക്ഷേ കമ്പനിയുടെ ടെക്നിക്കൽ സ്ട്രക്ചർ നോക്കുമ്പോഴത്തേക്കും കുറച്ച് മോശമാണെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. ഇപ്പോൾ 1 മന്ത് ചാർട്ട് നമുക്ക് നോക്കാം. ഇപ്പോൾ 1 മന്ത് ചാർട്ടിൽ നിങ്ങൾക്ക് എന്താണ് മനസ്സിലായത്? ഈ സ്റ്റോക്കിൻ്റെ IPO കാലഘട്ടം 2018 നിന്നും ഈ റേഞ്ച് 362 എന്നുള്ള റേഞ്ച് ബ്രേക്ക് ചെയ്ത ശേഷം സ്റ്റോക്കിന് കണ്ടിന്യൂസ് അപ്സൈഡ് മൊമെൻറ്റം ആണ് ഉണ്ടായിരുന്നത്. ശേഷം ആ അപ്സൈഡ് മൊമെൻറ്റത്തിന്
എന്താ പറയുക ഒരു ബ്രേക്ക് എടുത്തുകൊണ്ടാണ് ഈ ഒരു സ്ട്രക്ചർ ബ്രേക്ക് ഇവിടെ ഉണ്ടായിരിക്കുന്നത്. ഇതാണ് ഒരു ഡിമാൻഡ് ഏരിയ ആയിട്ട് ഹോൾഡ് ചെയ്യേണ്ടിയിരുന്ന സോൺ 830 എന്നുള്ള റേഞ്ച്. സോ എച്ച് ജി ഇൻഫ്ര ആ 830 റേഞ്ച് ബ്രേക്ക് ചെയ്തതോടെ കൂടുതൽ പാനിക്കിലേക്ക് ആളുകൾ പോവുകയാണ് ഉണ്ടായത്. സോ ഇപ്പം വളരെ മോശം അവസ്ഥയിലാണ് ഈ സ്റ്റോക്ക് നിൽക്കുന്നത്, എച്ച് ജി ഇൻഫ്ര എന്ന് പറയുന്ന സ്റ്റോക്ക്. എന്തായാലും ഞാനിപ്പം ബൈയിങ് പൊസിഷൻ ഇതിലെടുക്കാൻ ഉദ്ദേശിക്കുന്നില്ല ഈ സ്റ്റോക്കിൽ. എന്തായാലും ഞാൻ ഉദ്ദേശിക്കുന്നത് ഈ സ്റ്റോക്ക് ഒരു എൻട്രി ഞാൻ എടുക്കുമെങ്കിൽ ഇനിയൊരു എൻട്രി ഞാൻ കൺസിഡർ ചെയ്യുന്നത് ഈ ഒരു 560 റേഞ്ചിലായിരിക്കും ഞാനൊരു എൻട്രി കൺസിഡർ ചെയ്യുന്നത്. ഓക്കെ, കാര്യമെന്ന് പറയുന്നത് അതൊരു ഡിമാൻഡ് ഏരിയ ടാക്ട് ചെയ്യാൻ പോസിബിലിറ്റി ഉള്ളത് കൊണ്ടാണ് ഞാൻ ആ ഏരിയ വന്ന് അവിടുത്തെ റിയാക്ഷൻ നോക്കിയ ശേഷം ഈ ഒരു ഏരിയയിൽ 1 വീക്ക് ക്യാൻഡിൽ എടുത്തിട്ട് 1 വീക്കാണ് എടുത്തു വെച്ചിരിക്കുന്നത്, ആ ഒരു ഏരിയയിൽ മാത്രമേ ഞാൻ എൻട്രി നോക്കത്തുള്ളൂ. കാര്യം അവിടെ നിന്ന് എൻട്രി നോക്കുന്നതിന് വേറൊരു റീസൺ എന്ന് പറയുന്നത് സിമിലർലി നമുക്കൊരു ട്രെൻഡ് ലൈൻ സപ്പോർട്ട് അവിടെ രൂപപ്പെടാനുള്ള ഒരു പോസിബിലിറ്റി അവിടെ ഉണ്ട്. സോ എച്ച് ജി ഇൻഫ്ര എന്ന് പറയുന്നത് പുതിയ എൻട്രീസിന് പറ്റിയ ഒരു സമയമല്ല. ആൻഡ് അതൊരു ഡൗൺ ട്രെൻഡ് മോസ്റ്റ്ലി സൂചിപ്പിക്കുന്ന പ്രൈസ് ആക്ഷനാണ് അവിടെ കാണിക്കുന്നത്. അപ്പോൾ ഇനി ഞാൻ എന്തായാലും വെയിറ്റ് ചെയ്യാൻ പോകുന്നത് കൂടിപ്പോയാൽ ഞാൻ 500 അല്ലെങ്കിൽ 550 റേഞ്ച്, ഈ 600 റേഞ്ചിനുള്ളിൽ വന്നാൽ ഞാൻ ഇതിൽ പുതിയൊരു എൻട്രി കൺസിഡർ ചെയ്യും. അല്ലാത്ത പക്ഷം ഞാൻ ഇതിൽ ട്രേഡ് എടുക്കാനുള്ള പോസിബിലിറ്റി വളരെ കുറവാണ്. കാര്യം എന്ന് പറഞ്ഞാൽ ഒരു ബേസ് പോലും ഇല്ല. ഒന്നെങ്കിൽ ഇവിടെ ഒരു ബേസ് ഉണ്ടാവണം, മീൻസ് ഇതിൽ കുറച്ചധികം ദിവസം ഈ ഒരു ഏരിയയിൽ കൺസോളിഡേറ്റ് ചെയ്ത് ബേസ് ഉണ്ടായാൽ മേ ബി ഞാൻ പുതിയൊരു എൻട്രി കൺസിഡർ ചെയ്യും. അല്ലാത്ത പക്ഷം ഞാൻ ഈ സ്റ്റോക്ക് പുതിയ എൻട്രീസിൽ ഒഴിവാക്കുകയാണ് ഉണ്ടാകുക. ആൻഡ് നിലവിൽ ഇതൊരു നെഗറ്റീവ് പ്രൈസ് ആക്ഷനാണ് ഇപ്പം നിലവിലുള്ളത്. എന്തായാലും ഈ ബേസ് ഇപ്പം 4-5 ദിവസമായിട്ട് ഈ ഒരു ഏരിയ ഹോൾഡ് ചെയ്യുന്നുണ്ട്. ഈ ഒരു ഏരിയ എത്ര ദിവസം ഹോൾഡ് ചെയ്യും നോക്കുക. അപ്പോൾ മറിച്ച് വീണ്ടും ഈ ഒരു ലോ ബ്രേക്ക് ചെയ്ത് താഴെ പോവുകയാണെങ്കിൽ എന്താ പറയുക നെഗറ്റീവ് ട്രെൻഡ് കണ്ടിന്യൂ ചെയ്യുമെന്ന് നമ്മൾ വിശ്വസിക്കാം. മറിച്ച് ഈ ഒരു സപ്പോർട്ടിൻ്റെ താഴെ ഒരു ബേസ് ഉണ്ടാക്കിയാൽ അത് ബ്രേക്ക് ചെയ്ത് റീടെസ്റ്റ് ചെയ്യുമ്പോൾ മേ ബി ഞാൻ ഒരു എൻട്രി കൺസിഡർ ചെയ്യും. സോ ഈ ഒരു സ്റ്റോക്ക് അല്ലാത്ത പക്ഷം വളരെ നെഗറ്റീവിലാണ് പോകുന്നത്, ഒഴിവാക്കി വിടുന്നതായിരിക്കും ബെറ്റർ. ഓക്കെ, അടുത്ത സ്റ്റോക്ക് എന്ന് പറയുന്നത് ഞാൻ കൺസിഡർ ചെയ്യാൻ പോകുന്നത് EMS ലിമിറ്റഡ് ആണ്. നമുക്ക് വന്ന റിക്വസ്റ്റ് EMS ലിമിറ്റഡ് നമുക്ക് പരിശോധിച്ച് നോക്കാം. സോ EMS നമുക്ക് 1 മന്ത് ചാർട്ട് നമുക്ക് ആദ്യം പരിശോധിക്കാം എന്താണ് സംഭവിച്ചതെന്ന്. സോ EMSന്റെ ചാർട്ട് എടുത്ത് പരിശോധിക്കുമ്പോൾ 248 അതിൻ്റെ ഏറ്റവും കുറഞ്ഞ ലോ. ആൻഡ് 1019 വരെ പോയ സ്റ്റോക്ക് നിലവിൽ ട്രേഡ് ചെയ്യുന്നത് 410 രൂപയിലാണ്. സോ എന്തോരം ഡിസ്കൗണ്ടഡ് പ്രൈസിലാണ് ഈ സ്റ്റോക്ക് ട്രേഡ് ചെയ്യണമെന്ന് നിങ്ങൾ ആലോചിച്ച് നോക്കിയേ. മോസ്റ്റ്ലി പറയുകയാണെങ്കിൽ 62% കറക്ഷൻ ഈ സ്റ്റോക്ക് ഓൾറെഡി തന്നു കഴിഞ്ഞു. അപ്പോൾ EMSൽ ഇപ്പോൾ എന്തായിരിക്കാം നമ്മുടെ ഒരു ട്രേഡിംഗ് ടാക്ടിക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളിവിടെ നോക്കുകയാണെങ്കിൽ അറിയാം, ഒരു മോർണിംഗ് സ്റ്റാർ പാറ്റേൺ ഇവിടെ ഉണ്ടാവുന്ന പോലെ നിങ്ങൾക്കൊരു ഫീൽ വരും. നിങ്ങളിവിടെ നോക്കുകയാണെങ്കിൽ തന്നെ ഒരു ഡിമാൻഡ് ഏരിയയിൽ ഈ സ്റ്റോക്ക് തരുന്ന പ്രൈസ് ആക്ഷൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. സോ നിങ്ങളിവിടെ നോക്കുകയാണെങ്കിൽ തന്നെ റെഡ് ക്യാൻഡിൽ, ഡോജി ആൻഡ് വീണ്ടും ഈ സ്റ്റോക്ക് ബയേഴ്സിൻ്റെ പ്രസൻസ് ഉള്ള ഒരു ക്യാൻഡിൽ സ്റ്റിക്ക് പാറ്റേൺ ആണ് ഇവിടെ സൂചിപ്പിക്കുന്നത്. നല്ലൊരു ബുള്ളിഷ് എൻഗൾഫിങ് ഇവിടെ വരുന്നുണ്ട്. സോ ഇതൊരു ഡിമാൻഡ് ഏരിയയിലാണ് ഈ സ്റ്റോക്ക് നിൽക്കുന്നത്. ഓക്കെ, 400 റേഞ്ച് എന്ന് പറയുന്നത് 390 റേഞ്ച് എന്ന് പറയുന്നത് ഒരു ഡിമാൻഡ് ഏരിയ ആയിട്ട് ആക്ട് ചെയ്യുന്ന ഒരു സോണാണ് EMS ലിമിറ്റഡിൽ. സോ നിങ്ങൾ ബേസിക്കലി മാർക്ക് ചെയ്തിടുക 390 എന്ന് പറയുന്നത് പ്രോപ്പർ ഡിമാൻഡാണ്. ഓക്കെ, 390 ഡിമാൻഡ് സോണാണ്. അപ്പോൾ ഈ സ്റ്റോക്കിൻ്റെ പ്രൈസ് ആക്ഷൻ എങ്ങനെയായിരിക്കും നിങ്ങൾ പ്രതീക്ഷിക്കേണ്ട പ്രൈസ് ആക്ഷൻ? സോ ഇത്ര കാര്യം മാത്രം നിങ്ങൾ ശ്രദ്ധിക്കുക. മേ ബി ഈ സ്റ്റോക്കിൻ്റെ പ്രൈസ് ആക്ഷൻ എന്ന് പറഞ്ഞാൽ ഒന്ന് അപ്സൈഡ് പോയി തിരിച്ച് ഇവിടെ ഈ ഒരു ഡിമാൻഡ് ഏരിയയിൽ വന്ന് റീടെസ്റ്റ് ചെയ്ത് വീണ്ടും ഒരു അപ്സൈഡ് പോകാനുള്ള ഒരു പോസിബിലിറ്റി നമുക്കിവിടെ ഈ സ്റ്റോക്കിൽ കാണാം. അപ്പോൾ അല്ലെങ്കിൽ എൻ്റെ ഒരു ട്രേഡിംഗ് പ്ലാൻ, ഇങ്ങനത്തെ ഒരു സ്റ്റോക്ക് കിട്ടിയ എൻ്റെ ഒരു ട്രേഡിംഗ് പ്ലാൻ എന്ന് പറയുന്നത്, ഞാൻ പ്ലാൻ ചെയ്യാൻ പോകുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് ഈ ഒരു ഏരിയ ബ്രേക്ക് ചെയ്യുന്നുണ്ടോ എന്നുള്ള കാര്യം ഞാൻ വെയിറ്റ് ചെയ്യും. 396 അല്ലെങ്കിൽ 390 എന്നുള്ള റേഞ്ച് ബ്രേക്ക് ചെയ്യാത്തിടത്തോളം ഞാൻ ഈ സ്റ്റോക്ക് വാങ്ങിയിട്ടുണ്ടെങ്കിൽ ഞാൻ പാനിക് ആവാതിരിക്കും. ഓക്കെ, ഇപ്പോൾ 390 ബ്രേക്ക് ചെയ്ത് ഈ ഒരു റേഞ്ച് ബ്രേക്ക് ചെയ്ത് വലിയൊരു ക്യാൻഡിൽ വന്നാൽ മാത്രമേ ഞാൻ പാനിക് സിറ്റുവേഷനിലേക്ക് നിലവിൽ പോകത്തുള്ളൂ. അല്ലാത്ത പക്ഷം ഈ ഡിമാൻഡ് ഏരിയയിൽ നിൽക്കുന്ന സ്റ്റോക്കാണ്, നമുക്ക് വേണമെങ്കിൽ വലിയ പാനിക് ഇല്ലാതെയൊക്കെ നിൽക്കാം. ഈ ഒരു ഏരിയ 390 ബ്രേക്ക് ചെയ്താൽ ഓക്കെ, നമുക്ക് പാനിക്കിലേക്ക് പോകേണ്ട ആവശ്യമുണ്ട്. സോ നിലവിൽ ഈ സ്റ്റോക്ക് ഒരു ഡിമാൻഡ് ഹോൾഡ് ചെയ്യുന്നുണ്ട്. ആൻഡ് ബയേഴ്സിൻ്റെ പ്രസൻസ് നിലവിൽ വീക്ക്ലി ആൻഡ് ഡേ ചാർട്ട് നോക്കിയാൽ നമുക്ക് കാണാൻ സാധിക്കും. അപ്പോൾ നിലവിൽ ഈ സ്റ്റോക്ക് ഹോൾഡ് ചെയ്യുന്ന ആളുകൾ 390 ബ്രേക്ക് ചെയ്യാത്തിടത്തോളം സെല്ല് ചെയ്യേണ്ട ആവശ്യമില്ല. മറിച്ച് 390 ബ്രേക്ക് ചെയ്യുകയാണെങ്കിൽ സ്റ്റോപ്പ് ലോസ് ബുക്ക് ചെയ്യുക. സ്റ്റോക്കിൻ്റെ അത്യാവശ്യം നല്ല പ്രൈസ് ആക്ഷനാണ്, ഡിമാൻഡ് ഹോൾഡ് ചെയ്യുന്ന ഒരു സിറ്റുവേഷനും കാണിക്കുന്നുണ്ട്. ഓക്കെ, അടുത്ത സ്റ്റോക്ക് നമുക്ക് വന്നത് തങ്കമയിൽ ജുവലറി എന്ന് പറഞ്ഞ കമ്പനിയുടെ സ്റ്റോക്കാണ് വന്നത്. വളരെ നല്ലൊരു പ്രൈസ് ആക്ഷൻ നമുക്കിവിടെ കാണാൻ സാധിക്കും. തങ്കമയിലിൻ്റെ ടോട്ടൽ ചാർട്ട് നോക്കാം, 1 മന്ത് നിന്നിട്ട് നോക്കാം. തങ്കമയിലിൻ്റെ ചാർട്ട് നോക്കുകയാണെങ്കിൽ നിങ്ങൾക്കറിയാം, പണ്ട്
2011 30 രൂപ 28 രൂപ കിടന്ന സ്റ്റോക്ക് ഇപ്പം നിലവിൽ 3214 രൂപയാണ്. മൾട്ടി ബാഗ് റിട്ടേൺസ് വന്ന സ്റ്റോക്കാണ്. ആലോചിച്ച് നോക്കിയേ, അത്രയും കാലം മുന്നേക്ക് ഈ സ്റ്റോക്ക് ഹോൾഡ് ചെയ്യുന്നവർക്ക് മൾട്ടി ബാഗ് റിട്ടേൺസ് അല്ലേ, എത്ര മടങ്ങാണ് പ്രോഫിറ്റ് തന്നേക്കണേ നോക്കിയാൽ നിങ്ങൾക്ക് ഇവിടെ കാണാം. 100% എന്നതല്ല, അതിൻ്റെ ഇരട്ടി റിട്ടേൺസ് വന്ന സ്റ്റോക്കാണ്. സോ തങ്കമയിൽ ജ്വല്ലറിയുടെ നിലവിലെ അവസ്ഥ 1 മന്ത് ക്യാൻഡിൽ നിങ്ങൾക്ക് ഇവിടെ എന്താ മനസ്സിലായത്? ബയേഴ്സിൻ്റെ ഹെവി പ്രസൻസ് ഇവിടെ 1 മന്ത് ക്യാൻഡിൽ നമുക്കിവിടെ കാണാം. അപ്പോൾ ഉള്ളതിൽ കുറച്ച് പോസിറ്റീവ് പ്രൈസ് ആക്ഷൻ കാണിക്കുന്ന സ്റ്റോക്കുകളിൽ ഒന്നാണ് തങ്കമയിൽ ജ്വല്ലറി എന്ന് പറയുന്നത്. ആൻഡ് വീക്ക്ലി ക്യാൻഡിൽ നോക്കുകയാണെങ്കിൽ ഒറ്റ കാര്യം നിങ്ങൾ മനസ്സിലാക്കുക, ഒരു ബേസിൽ നിന്നും ഈ സ്റ്റോക്ക് ബ്രേക്ക് ഔട്ട് ചെയ്തു. ആൻഡ് ഇപ്പോൾ നടക്കുന്നതെന്ന് പറഞ്ഞാൽ ഒരു പോസാണ്. എപ്പോഴും പറയാറുണ്ട് മാർക്കറ്റിൽ ഒരു പോസ് എപ്പോഴും നല്ലതാണെന്നുള്ള കാര്യം. സോ തങ്കമയിലിൽ കൂടുതൽ അക്യുമുലേഷൻ നടക്കുകയാണ്. ആൻഡ് ഒരു 3-4 മാസത്തേക്ക് ഈ സ്റ്റോക്ക് അത്യാവശ്യം നല്ല രീതിയിൽ പെർഫോം ചെയ്യുമെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. ആൻഡ് തങ്കമയിലിൻ്റെ ഒരു ബ്രേക്ക് ഔട്ട് റേഞ്ച് നോക്കുകയാണെങ്കിൽ അത്യാവശ്യം നല്ല വലിയ രീതിയിലാണ്. ബേസിൽ നിന്ന് എനിക്കും 70% ഈ സ്റ്റോക്ക് അപ്സൈഡ് പോയതാണ്. നിങ്ങൾ നോക്കുകയാണെങ്കിൽ കണ്ടോ, മോസ്റ്റ്ലി 70-80% ആണ് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങൾ കൊണ്ട് ഈ സ്റ്റോക്ക് പോയത്. മോസ്റ്റ്ലി ഒരു മാസം കൊണ്ടൊക്കെ ഈ സ്റ്റോക്കിൻ്റെ മൂവ്മെൻ്റ് ആണ്. 1926 കിടന്ന സ്റ്റോക്ക് 3488 വരെ പോയേക്കാണ്. സോ എന്തായിരിക്കും നമ്മുടെ ഒരു സ്ട്രാറ്റജി എന്ന് പറയുന്നത്? എന്തായാലും പുതിയതായിട്ട് ആഡ് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ആളുകൾക്ക് തങ്കമയിൽ 2 പോസിബിലിറ്റി ഉണ്ട്. ഒന്ന്, നിങ്ങൾക്ക് വെയിറ്റ് ചെയ്യാം, കാത്തിരുന്ന് ഈ ഒരു റേഞ്ചിൽ വന്നാൽ 2588 റേഞ്ചിൽ വന്നാൽ നിങ്ങൾക്ക് ഒരു ബൈയിങ് ഓപ്പർച്യൂണിറ്റി വരും. രണ്ടാമത്തെ ഒരു ഓപ്പർച്യൂണിറ്റി വരുന്നത് ഈ സോണിലാണ്, ഈ ഒരു ഡിമാൻഡ് സോൺസിലേക്ക്, അതല്ലെങ്കിൽ ഈ ഒരു ഏരിയയിലേക്കൊക്കെ വരുമ്പോഴത്തേക്ക് വാങ്ങുക എന്നുള്ളതാണ്. സോ അത് അങ്ങനെ ഒരു പോസിബിലിറ്റി ഇത് ഉണ്ടോ എന്ന് ചോദിച്ചാൽ വളരെ വിരളമാണ്. അങ്ങനെ ഒരു പോസിബിലിറ്റി വരാനുള്ള പോസിബിലിറ്റി വളരെ കുറവാണ്. സോ എന്നെ പോലെയുള്ള ഒരാളാണ്, റിസ്ക് എടുക്കാൻ ഒക്കെ പറ്റുന്ന ഒരാളാണെങ്കിൽ ഞാൻ ചെയ്യുന്ന സ്ട്രാറ്റജി എന്ന് പറയുന്നത്, ഞാൻ ഇവിടെ ഈ ഒരു ഭാഗത്ത് ചെറിയൊരു ക്വാണ്ടിറ്റി വാങ്ങി വെക്കുക എന്നുള്ളതാണ്. സോ ഈ ഒരു കൺസോൾട്ടേഷൻ നടക്കുന്ന സമയത്ത് ഈ ഒരു ലോവർ ലെവൽസിൽ ഞാൻ കുറച്ച് ക്വാണ്ടിറ്റി വാങ്ങി വയ്ക്കും. ആൻഡ് ഞാനൊരു 4000-5000 രൂപ ഇതിൽ ടാർഗറ്റ് ഇട്ട് വെയിറ്റ് ചെയ്യും. വളരെ മൈന്യൂട്ട് ക്വാണ്ടിറ്റി വാങ്ങി ട്രേഡ് ചെയ്യും ഇങ്ങനത്തെ സ്റ്റോക്കുകൾ. കാര്യം അത്യാവശ്യം 70% അപ്സൈഡ് തന്ന സ്റ്റോക്കാണ്. സോ ഹൈ ക്വാണ്ടിറ്റി എടുത്ത് ട്രേഡ് ചെയ്യാൻ ഞാൻ കംഫർട്ടബിൾ ആയിരിക്കത്തില്ല. ഞാൻ വളരെ ചെറിയ എമൗണ്ടിന് ചെറിയ ക്വാണ്ടിറ്റി വാങ്ങിയൊക്കെ ട്രേഡ് ചെയ്യും. ഇതായിരിക്കും ഇങ്ങനത്തെ സ്റ്റോക്കുകൾ എൻ്റെ സ്ട്രാറ്റജി എന്ന് പറയുന്നത്. വലിയ എമൗണ്ട് ഞാൻ പ്രതീക്ഷിക്കത്തില്ല. കാര്യം ഞാൻ 4284 ആണ് ഞാനൊരു പാറ്റേൺ ടാർഗറ്റ് ഞാൻ ഇതിൽ കാണുന്നത്. സോ ഇനി ഒരു 1000 പോയിന്റിൻ്റെ ടാർഗറ്റ് കിട്ടാൻ പോസിബിലിറ്റി ഉണ്ട്. സോ എന്നെപ്പോലെ ഞാൻ ചിന്തിക്കുന്ന രീതി എന്ന് പറയുന്നത്, ഇങ്ങനത്തെ സ്റ്റോക്കുകളിൽ ഞാൻ ചെയ്യുന്ന ഒറ്റ സ്ട്രാറ്റജി എന്ന് പറയുന്നത്, എന്നെക്കൊണ്ട് അഫോർഡ് ചെയ്യാൻ പറ്റുന്ന ചെറിയൊരു ക്വാണ്ടിറ്റി വാങ്ങുക. ആൻഡ് അത് കണ്ടിന്യൂ ചെയ്ത് ഈ ഒരു പാറ്റേൺ ടാർഗറ്റ് വരെ ഒരു 4300 റേഞ്ച് വരെയൊക്കെ ഞാൻ ഹോൾഡ് ചെയ്യാൻ ശ്രമിക്കും. അടുത്ത 2-3 മാസത്തേക്ക് ഈ സ്റ്റോക്ക് നല്ല രീതിയിൽ പെർഫോം ചെയ്യുമെന്നാണ് എൻ്റെ വിശ്വാസം. മറിച്ച് ഡൗൺ സൈഡ് വരുവാണെങ്കിൽ, ഈ സ്റ്റോക്ക് ഈ കൺസോൾട്ടേഷൻ ബ്രേക്ക് ചെയ്ത് താഴെ വരുവാണെങ്കിൽ, ഈ ഒരു ഏരിയ ഒരു 2500 റേഞ്ച് അത്യാവശ്യം നല്ലൊരു ഡിമാൻഡായിട്ട് ആക്ട് ചെയ്യാനുള്ള സാധ്യതയുണ്ട്. സോ തങ്കമയിലെ എൻ്റെ ഒരു ട്രേഡ് പ്ലാൻ എങ്ങനെയായിരിക്കും ഞാൻ വിശദീകരിച്ചിട്ടുണ്ട്. സോ നിങ്ങൾക്ക് നിങ്ങളുടേതായ രീതിയിൽ ട്രേഡ്സ് പ്ലാൻ ചെയ്യാം. ഓക്കെ, അടുത്ത സ്റ്റോക്ക് നമുക്ക് റിക്വസ്റ്റ് വന്നത് ആക്സിസ് ബാങ്ക് ആണ്. ആക്സിസ് ബാങ്ക്. സോ ആക്സിസ് ബാങ്ക് നോക്കുവാണെങ്കിൽ ഞാൻ ടോട്ടലി അവോയ്ഡ് ചെയ്യാൻ പോകുന്നൊരു സ്റ്റോക്കായിരിക്കും വരുന്ന മാസങ്ങളിൽ ആക്സിസ് ബാങ്ക് എന്ന് പറയുന്നത്. അപ്പോൾ ആക്സിസ് ബാങ്ക് നോക്കുവാണെങ്കിൽ തന്നെ 1336 ഇതിൻ്റെ ടോട്ടൽ ഹൈ വന്ന ഏരിയ. ആൻഡ് അവിടെ നിന്ന് ഈ സ്റ്റോക്ക് റെസിസ്റ്റൻസ് എടുക്കുകയാണ്. അപ്പോൾ എന്തുകൊണ്ട് ഞാൻ അവോയ്ഡ് ചെയ്യുമെന്ന് ചോദിച്ചാൽ, ഇത് റെസിസ്റ്റൻസ് ടോട്ടലി മാർക്കറ്റ് എടുക്കുന്നതിൻ്റെ ഒരു സൂചനയാണ് ഇത്രയും വലിയ റെഡ് ക്യാൻഡിൽ തന്നേക്കുന്നത്. അപ്പോൾ ഈ സ്റ്റോക്കിൽ മേ ബി ഞാനൊരു 900,000 റേഞ്ചിലേക്ക് എത്താനുള്ളൊരു പോസിബിലിറ്റി കാണുന്നുണ്ട്. കാര്യം അവിടെ ഒരു ട്രെൻഡ് ലൈൻ ഫോർമേഷൻ താഴെ നിന്നേ ഉണ്ട്. സോ ഞാൻ ഈ സ്റ്റോക്ക് എന്തായാലും ട്രേഡ് ചെയ്യുന്നത് ഒഴിവാക്കും. 900,000 റേഞ്ച് വരെയൊക്കെ ഈ സ്റ്റോക്ക് മേ ബി ഡൗൺ സൈഡ് വന്നാലോ എന്നുള്ളൊരു പാനിക് സിറ്റുവേഷൻ എനിക്കുണ്ട്. സോ അഥവാ ഒരു 1119 ഈ റേഞ്ചിൽ നിന്ന് ഈ സ്റ്റോക്ക് റീട്രേസ് ചെയ്താൽ ഞാൻ വാങ്ങും. അല്ലാത്ത വശം ഞാൻ അവോയ്ഡ് ചെയ്യാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത് ആക്സിസ് ബാങ്ക് എന്ന് പറഞ്ഞ സ്റ്റോക്ക്. ഇപ്പോൾ നിങ്ങളിവിടെ നോക്കുവാണെങ്കിൽ തന്നെ ഒരു മൈനർ സപ്പോർട്ട് റേഞ്ചിൽ നിൽപ്പുണ്ട്. മറിച്ച് ഈ സ്റ്റോക്ക് ഈ റേഞ്ച് ബ്രേക്ക് ചെയ്താൽ ഞാൻ പുതിയൊരു ഫ്രഷ് എൻട്രി എടുക്കും. ഏതാണ്? ഇപ്പോൾ ഈ ഒരു സപ്പോർട്ട് എടുത്ത് മാർക്കറ്റ് ഈ ഒരു റേഞ്ച് 1352 എന്നുള്ള റേഞ്ച് ബ്രേക്ക് ചെയ്താൽ മാത്രമേ ഞാൻ അതിൽ ഫ്രഷ് എൻട്രി എടുക്കത്തുള്ളൂ. അല്ലാത്ത പക്ഷം ആക്സിസ് ബാങ്ക് ഞാൻ ഒഴിവാക്കും. അല്ലെങ്കിൽ രണ്ടാമത്തെ സിറ്റുവേഷൻ, ഒന്ന് മാർക്കറ്റ് ബാങ്ക് ഈ സ്റ്റോക്ക് ഇടിഞ്ഞതാന്ന് ഈ ഒരു 1100-1200 റേഞ്ചിൽ നിന്ന് റിവേഴ്സൽ വന്നാൽ ഞാൻ അവിടെ വീണ്ടും കൺസിഡർ ചെയ്യും. സോ ഈ 2 സോൺസ് മാത്രമേ ഞാൻ ഈ ആക്സിസ് ബാങ്കിൽ കൺസിഡർ ചെയ്യത്തുള്ളൂ. മേ ബി ആ ഒരു റേഞ്ച് ഹോൾഡ് ചെയ്തില്ലെങ്കിൽ ഈ ഒരു റേഞ്ച് 1000 എന്നുള്ള റേഞ്ച്. അല്ലാത്ത പക്ഷം ഈ സ്റ്റോക്ക് എൻ്റെ ഒരു ട്രേഡിംഗ് ഞാൻ എടുക്കാൻ ആഗ്രഹിക്കാത്തൊരു സ്റ്റോക്കായിരിക്കും ആക്സിസ് ബാങ്ക് എന്ന് പറയുന്നത്. കാര്യം എൻ്റെ പ്രൈസ് ആക്ഷൻ ആൻഡ് ട്രെൻഡ് ലൈൻ ഫോർമേഷൻ താഴെയാണ് വരുന്നത്. അപ്പോൾ ഒഴിവാക്കുന്നതായിരിക്കും ബെറ്റർ എന്നാണ് എൻ്റെ ഒരു പേഴ്സണൽ ഒപ്പീനിയൻ. ഓക്കെ, അടുത്ത സ്റ്റോക്ക് എടുക്കുകയാണ്
അടുത്ത സ്റ്റോക്ക് എന്ന് പറഞ്ഞാൽ ഇന്ദ്രപ്രസ്ഥ ഗ്യാസ് ലിമിറ്റഡ് ആണ്. അപ്പോൾ ഇന്ദ്രപ്രസ്ഥ നോക്കുകയാണെങ്കിൽ ഒരു കൺസോൾട്ടേഷൻ ആണ്. ആൻഡ് ചാർട്ട് നോക്കുകയാണെങ്കിൽ തന്നെ നമുക്ക് ട്രേഡബിൾ ആയിട്ട് പെട്ടെന്ന് തോന്നത്തില്ല. ബട്ട് ഒരുപാട് ഹോൾഡ് ചെയ്യുന്ന ആളുകളുണ്ട് ഇന്ദ്രപ്രസ്ഥ ഗ്യാസ് ലിമിറ്റഡ്. സോ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട 2 സോൺസ് ഞാൻ പറഞ്ഞു തരാം. ഈ ഏരിയയില്ലേ 177 അല്ലെങ്കിൽ 175, 172 ഈ റേഞ്ചിൽ നിന്ന് മേ ബി തിരിച്ച് റിവേഴ്സലിനുള്ള പോസിബിലിറ്റി ഉണ്ട്. ആൻഡ് രണ്ടാമത്തെ ഏരിയ എന്ന് പറയുന്നത് 160 അല്ലെങ്കിൽ 150 റേഞ്ചാണ്. ഈ 2 ഏരിയയിൽ നിന്നും ഇന്ദ്രപ്രസ്ഥ ഗ്യാസ് ലിമിറ്റഡിന് ഒരു റിവേഴ്സൽ പോസിബിലിറ്റി നമുക്കിവിടെ കാണാൻ സാധിക്കുന്നുണ്ട്. ഇത് രണ്ടും ഡിമാൻഡ് ഏരിയ ആയിട്ട് ആക്ട് ചെയ്യാനുള്ള ഒരു പോസിബിലിറ്റിയാണ് കാണുന്നത്, ഈ 2 സോൺസ് എന്ന് പറയുന്നത്. സോ ഈ ട്രേഡ് ഹോൾഡ് ചെയ്യുന്നവരും പുതിയതായിട്ട് ട്രേഡ് എടുക്കാൻ ആഗ്രഹിക്കുന്നവർ ഈ 2 സോൺസിലെ റിയാക്ഷൻ മനസ്സിലാക്കിയ ശേഷം മാത്രം ഡിസിഷൻ എടുക്കുക. ഓക്കെ, ഇവിടെ നിന്ന് വെച്ച് എൻട്രി എടുക്കുക. അത് 180 എന്നൊരു എൻട്രി പ്ലേസ് അല്ല. ആദ്യം നിങ്ങൾ മനസ്സിലാക്കുക 178 to 172 റേഞ്ച്. ഈ റേഞ്ചിൽ മാർക്കറ്റ് എങ്ങനെ റിയാക്ട് ചെയ്യുന്നു നോക്കിയ ശേഷം മാത്രം ഒരു എൻട്രി ഡിസിഷൻ എടുക്കുക. മറിച്ച് ഈ ഏരിയ ബ്രേക്ക് ചെയ്യുവാണെങ്കിൽ അടുത്തൊരു നല്ലൊരു ഡിമാൻഡ് ഏരിയ ആയിട്ട് ആക്ട് ചെയ്യാൻ പോസിബിലിറ്റി ഉള്ളത് ഇത്രയും വലിയൊരു സോണാണ്. ഓക്കെ, ഞാൻ പറയുന്നത് 160 റേഞ്ചാണ് അടുത്ത നല്ലൊരു ഡിമാൻഡ് ഏരിയ ആയിട്ട് ആക്ട് ചെയ്യാൻ പോസിബിലിറ്റി ഉള്ളത്. സോ 180 ഫസ്റ്റ് ഡിമാൻഡ് ആൻഡ് രണ്ടാമത്തെ ഡിമാൻഡ് 160. അപ്പോൾ ഈ 2 റേഞ്ചിലും മാർക്കറ്റ് എങ്ങനെ റിയാക്ട് ചെയ്യുന്നു എന്നുള്ള ഒരു ഡിസിഷൻ എന്നുള്ള കാര്യം നോക്കിയ ശേഷം മാത്രം പുതിയ എൻട്രീസ് IGL എടുക്കുക. ഈ നിലവിൽ നോ എൻട്രി എന്നുള്ള അവസ്ഥയാണ് IGL ഉള്ളത്. ഓക്കെ, അടുത്ത സ്റ്റോക്ക് എന്ന് പറയുന്നത് KEC ഇന്റർനാഷണൽ ആണ്. അപ്പോൾ ഞാൻ ലോസ് ബുക്ക് ചെയ്ത സ്റ്റോക്കുകളിൽ ഒന്നാണ് KEC കുറച്ച് കാലം മുന്നേ. സോ KECയിൽ ഞാൻ റിവേഴ്സൽ എക്സ്പെക്ട് ചെയ്യുകയാണ്. എനിക്ക് അത്യാവശ്യം നല്ല ഓർഡേഴ്സ് ഒക്കെ KEC ഇന്റർനാഷണൽ വരുന്നുണ്ട്. ബട്ട് മാർക്കറ്റ് അതിനനുസരിച്ച് റിയാക്ട് ചെയ്യാത്തൊരു സ്റ്റോക്കായിരുന്നു KEC ഇന്റർനാഷണൽ എന്ന് പറയുന്നത്. ആൻഡ് നിലവിൽ ഞാൻ ഇവിടെ ഒരു ശുഭപ്രതീക്ഷയിലാണ് ഈ സ്റ്റോക്ക് റിവേഴ്സൽ ചെയ്യുമെന്നുള്ള ഒരു ശുഭപ്രതീക്ഷയിലാണ് KEC ഇന്റർനാഷണൽ ഞാൻ ഹോൾഡ് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങളുടെ നോക്കുകയാണെങ്കിൽ താഴെ നിന്നൊരു ട്രെൻഡ് ലൈൻ ഫോർമേഷൻ ഉണ്ട്. ആൻഡ് അതുകൊണ്ടാണ് ഞാൻ ഈ സ്റ്റോക്ക് കൺസിഡർ ചെയ്ത് വച്ചേക്കുന്നത്. അപ്പോൾ എൻ്റെ അടുത്ത് പറഞ്ഞത് നന്നായി. ഞാൻ വീണ്ടും ഈ സ്റ്റോക്ക് ഒന്ന് എൻ്റെ വാച്ച് ലിസ്റ്റിൽ ഇട്ടു. ഒരു ഗ്യാപ്പ് ഫില്ലിംഗ് പോസിബിലിറ്റിയും കൂടെ നിലവിൽ ഈ സ്റ്റോക്കിലുണ്ട്. ഓക്കെ, എന്താണ് ഗ്യാപ്പ് ഫില്ലിംഗ് എന്ന് പറയുന്നത്? ഇതാ കണ്ടില്ല, ഇവിടെ നിന്നുണ്ടായ ആ സെൽ ഓഫ് മാർക്കറ്റ് അബ്സോർബ് ചെയ്ത ശേഷം തിരിച്ച് കയറി പോകാനുള്ള പോസിബിലിറ്റി നമുക്കിവിടെ കാണാം. ഇപ്പോൾ നിങ്ങളിവിടെ നോക്കുകയാണെങ്കിൽ മാർക്കറ്റ് എവിടെയാണ് ഡിമാൻഡ് ഏരിയയിലാണ് നിൽക്കുന്നത്. ഞാൻ വരച്ച് വെച്ചിട്ടുണ്ട് ഡിമാൻഡ് ഏരിയ, ഞാൻ മാർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഡിമാൻഡ് ഏരിയ ടച്ച് ചെയ്ത് റിവേഴ്സൽ സാധ്യതയാണ് ഞാനിവിടെ കാണുന്നത്. നിങ്ങളിവിടെ നോക്കുകയാണെങ്കിൽ തന്നെ ഒരു പാറ്റേൺ ബേസ് W പാറ്റേൺ നമുക്കിവിടെ കാണാം. കണ്ടില്ലേ? അപ്പോൾ ഇനി എന്താണ് ഇതിൻ്റെ ഒരു പ്രൈസ് ആക്ഷൻ ബേസ് നമ്മൾ പ്രതീക്ഷിക്കേണ്ടതെന്ന് ചോദിച്ചാൽ 722 ബ്രേക്ക് ചെയ്യുകയാണെങ്കിൽ മേ ബി ഒരു ഗ്യാപ്പ് ഫില്ലിംഗ് ഓപ്പർച്യൂണിറ്റി KEC ഇന്റർനാഷണൽ നമുക്ക് തരും. ആൻഡ് എവിടെയാണ് 665 ബ്രേക്ക് ചെയ്ത് താഴെ വന്നാൽ മാത്രമേ അടുത്ത ഇനി ഒരു ഡൗൺ ട്രെൻഡ് കണ്ടിന്യൂഷൻ ആണെന്നുള്ളൊരു ഒരു ഡൗട്ട് നമുക്ക് ഉണ്ടാവേണ്ട ആവശ്യമുള്ളൂ. 665 ബ്രേക്ക് ചെയ്ത് താഴെ വരുവാണെങ്കിൽ ഓക്കെ, കണ്ടിന്യൂ ഡൗൺ ട്രെൻഡ് കണ്ടിന്യൂഷൻ ആണ്. മറിച്ച് 665 ഹോൾഡ് ചെയ്യുവാണെങ്കിൽ ഡിമാൻഡ് ഹോൾഡ് ചെയ്തു എന്നാണ് അർത്ഥം. ഓക്കെ, അപ്പോൾ ഈ സ്റ്റോക്ക് നിങ്ങൾ ഡൗട്ട് ചോദിച്ച ആളും ആൻഡ് നമ്മുടെ ഗ്രൂപ്പ് മെമ്പേഴ്സ് എല്ലാം പഠിക്കാൻ ശ്രമിക്കുക. ഒരു ഡിമാൻഡ് ഏരിയയിൽ എങ്ങനെ ഒരു ട്രേഡ് അല്ലെങ്കിൽ ഇങ്ങനെ ഒരു മാർക്കറ്റ് എങ്ങനെ റിയാക്ട് ചെയ്യുന്നു എന്ന് പഠിക്കാൻ പറ്റിയ ഒരു സ്റ്റോക്കാണ് KEC ഇന്റർനാഷണൽ. അത്യാവശ്യം നല്ല കമ്പനിയാണ്. ഒരുപാട് ഓർഡേഴ്സ് റീസെൻ്റ്ലി വന്നിരുന്നു. ബട്ട് മാർക്കറ്റ് റിയാക്ട് ചെയ്യുന്നില്ലായിരുന്നു ആ ഒരു ഓർഡർ ന്യൂസിനോടൊന്നും. സോ എന്തായാലും നമുക്ക് നല്ലൊരു പോസിറ്റീവായിട്ടുള്ള സൈന് നിലവിലുണ്ട് KEC ഇന്റർനാഷണലിൽ. അപ്പോൾ കണ്ടിന്യൂ ചെയ്യാം നമുക്ക് വാച്ചിങ്. ഓക്കെ, അടുത്ത സ്റ്റോക്ക് എന്ന് പറയുന്നത് ടാറ്റ എൽക്സി. നമ്മുടെ ലാസ്റ്റ് സ്റ്റോക്കാണ് ടാറ്റ എൽക്സി. അപ്പോൾ ഇത്രയും സ്റ്റോക്കാണ് തിരഞ്ഞെടുത്തത്. കൂടുതൽ ഡൗട്ട്സ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എടുത്തിടാം. നമുക്ക് വരുന്ന ദിവസങ്ങളിലെല്ലാം ഇതുപോലെ സെഷൻസ് കൺസിഡർ ചെയ്യാവുന്നതാണ്. ഓക്കെ, ഇപ്പോൾ ടാറ്റ എൽക്സി ലിമിറ്റഡ് ഞാൻ എടുക്കുകയാണ്. ഡിമാൻഡ് ഏരിയയിൽ നിൽക്കുന്ന കമ്പനികളിൽ ഒന്നാണ് ടാറ്റ എൽക്സി എന്ന് പറയുന്നത്. പക്ഷേ എനിക്കൊരു പെർഫെക്റ്റ് സെറ്റപ്പ്, ഒരു പെർഫെക്റ്റ് ഡിമാൻഡ് ഏരിയ ആയിട്ട് ഇത് മാർക്ക് ചെയ്യാൻ തോന്നിയിട്ടില്ല. ഓക്കെ, എന്തായാലും അത്യാവശ്യം നല്ല രീതിയിൽ മാർക്കറ്റ് ഡൗൺ സൈഡ് ട്രെൻഡ് കണ്ടിന്യൂ ചെയ്യുകയാണ്. ഓരോ പ്രാവശ്യവും സ്ട്രക്ചർ ബ്രേക്ക് തന്ന ഈ സ്റ്റോക്ക് താഴെ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. സോ അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് പെർഫെക്റ്റ് ഡിമാൻഡ് ആണെന്ന് ഞാൻ പറയില്ല. ഞാൻ എൻ്റെ ഒരു ഊഹം പറയുകയാണെങ്കിൽ ഈ ഒരു ഏരിയ 4700 ഹോൾഡ് ചെയ്യുവാണെങ്കിൽ മേ ബി ഒരു ബേസ് ഫോർമേഷനുള്ള പോസിബിലിറ്റി ഉണ്ട്. 4700 ഹോൾഡ് ചെയ്യണം എങ്കിൽ ഈ സ്റ്റോക്ക് ഒരു സപ്പോർട്ട് എടുത്ത് നമുക്ക് പറയാൻ പറ്റും. 4700 ഹോൾഡ് ചെയ്യുവാണെങ്കിൽ എന്തായാലും ഞാൻ ഈ ഒരു ചോപ്പിനെസ് ഫീൽ ചെയ്യുന്നതുകൊണ്ട് തന്നെ എനിക്കൊരു എൻട്രിക്കൊരു കംഫർട്ടബിൾ ആയിട്ടുള്ള ഇതില്ല. പക്ഷേ എന്ന് പറയുന്നത് ഈ സ്റ്റോക്ക് ഒരു ഡിമാൻഡ് സോണിലാണ് നിൽക്കുന്നത്. അപ്പോൾ മേ ബി നമുക്കൊരു റിവേഴ്സൽ പ്രതീക്ഷിക്കാം ടാറ്റ എൽക്സിയിൽ. അപ്പോൾ എന്തായാലും നിങ്ങൾ എൻട്രി എടുക്കാനായിട്ട് നിലവിൽ കൺസിഡർ ചെയ്യേണ്ട ഇതിൽ നല്ല സെറ്റപ്സ് മാർക്കറ്റിൽ അവൈലബിൾ ആണ്. അപ്പോൾ ഡിമാൻഡ് ഏരിയയിലാണ് എന്നുള്ള ഒരു കാര്യം നിങ്ങൾ മനസ്സിൽ എന്തായാലും ഉറപ്പിക്കുക. അഥവാ എൻട്രി എടുക്കണമെന്നോ ആഗ്രഹമുള്ള ആളുകളാണെങ്കിൽ മേ ബി നിങ്ങളൊന്ന് വെയിറ്റ് ചെയ്യുക. ഒരു 5948 ഈ ഒരു സ്ട്രക്ചർ ബ്രേക്ക് പോസിബിളി കിട്ടട്ടെ. സ്ട്രക്ചർ ബ്രേക്ക് തന്ന് റീടെസ്റ്റ് ചെയ്യുമ്പോഴത്തേക്ക് നമുക്കൊരു എൻട്രി പുഷ് ചെയ്യാം. ഇല്ലെങ്കിൽ ഇല്ലാത്ത പക്ഷം നമുക്കിത് വാച്ച് ലിസ്റ്റിൽ ഇടുക. ഇതുപോലെ ചോപ്പി ആയിട്ടുള്ള ഒരു സ്റ്റോക്കാണ്. എനിക്കൊരു പ്രൈസ് ആക്ഷൻ തൃപ്തി ഇല്ലാത്തതുകൊണ്ടാണ് ഞാൻ
കൂടുതൽ ഇതിനെക്കുറിച്ച് എന്താ പറയുക എൻട്രി പുഷ് ചെയ്യാൻ നിൽക്കാത്തത്. എന്തായാലും വാച്ച് ലിസ്റ്റിലുണ്ട്. പഠിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് എന്തായാലും വേറെ പ്രശ്നമൊന്നുമില്ലല്ലോ. ഹോട്ടോസ് 400 ഡിമാൻഡ് ഏരിയയാണ്. ആ ഏരിയ ഹോൾഡ് ചെയ്യുവാണെങ്കിൽ ഈ സ്റ്റോക്ക് റിവേഴ്സൽ നമുക്ക് എക്സ്പെക്ട് ചെയ്യാവുന്നതാണ്. ഓക്കെ, സോ ഇത്രയും സ്റ്റോക്സ് നമ്മൾ കൺസിഡർ ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് ഇനിയും കൂടുതൽ സ്റ്റോക്സ് ഡൗട്ട്സ് ഉണ്ടാവുമെന്ന് അറിയാം. നിങ്ങൾക്കത് പേഴ്സണലി മെസ്സേജ് അയച്ചിടാൻ ടെലിഗ്രാമിൽ. നമുക്കതെല്ലാം വരുന്ന ആഴ്ചകളിലും വരുന്ന ദിവസങ്ങളിലെല്ലാം ഇതേപോലെ സെഷൻസ് എടുത്ത് ഡൗട്ട് ക്ലിയർ ചെയ്യാവുന്നതാണ്. ഓക്കെ, സോ താങ്ക് യു.